ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. സ്നാക്ക് എന്ന് പറയുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് പൂവടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് കാണിക്കാൻ പോണത് ഫില്ലിങ്ങിന് മുന്നേ ആയിട്ട് നമുക്ക് പുറത്തുള്ള മാവ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദയിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ട് ഇതിനെ മാറ്റണം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. ഒരുപാട് അങ്ങ് തിക്കാവരുത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയാലേ ഉള്ളൂ നന്നായിട്ട് പൊന്തി വന്നിട്ട് നല്ല ഉഷാറായിട്ട് നമ്മുടെ മൈദ പൂവട റെഡി ആവത്തുള്ളൂ. അപ്പോൾ നല്ല പോലെ മാവിനെ കുഴച്ചെടുക്കാം. ഒരു നുള്ളു കയ്യിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ കയ്യിലൊട്ടാണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇത് കുഴച്ചെടുത്തിട്ട് ഒരുപാട് നേരമൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയൊന്നും വേണ്ട. ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയതിന് ശേഷം ഫില്ലിങ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഇങ്ങനെ ബോൾസ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ഫില്ലിങ് ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യാം. ഞാനിതെല്ലാം കൂടി കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് സമയമൊന്നും വെക്കണ്ട, ഫില്ലിങ് ഉണ്ടാക്കി കഴിയുന്നത് വരെ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ എടുക്കാം. ഈ ഒരു നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലോട്ട് ഒരു 4 കയ്യിൽ റവ ഇട്ട് കൊടുക്കാം. ഞാനൊരു കയ്യിലെടുത്തിട്ട് ആ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 കയ്യിലാണ് എടുക്കുന്നത്. ഓൾറെഡി വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി റവയും നെയ്യും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടെ ചെയ്തെടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം ഫ്ലെയിം വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാൻ ഇതിലോട്ട് 1 മുറി തേങ്ങ ചിരവിയതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ മുറിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് ചെറുതാവരുത്, അപ്പോൾ ഇതിൽ ഫില്ലിങ് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അത്യാവശ്യം ഒരു വലിപ്പമുള്ള തേങ്ങയുടെ പകുതി എടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 ഏലക്കായ നല്ല പോലെ പൊടിച്ചിട്ട് പുറത്തുള്ള തൊലിയെല്ലാം കളഞ്ഞിട്ട് അതും കൂടി ഇട്ടുകൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇനി ഈ ഫില്ലിങ്ങിലോട്ട് മധുരം ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആദ്യം ഇടുന്നുണ്ട്. എന്നിട്ട് മധുരം ഇല്ലെങ്കിൽ വീണ്ടും ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും മധുരം ഇട്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം ഇടുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊരു ഡാർക്ക് ബ്രൗൺ കളറാകുന്നത് വരെ, ഈ ഒരു കളർ കിട്ടുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. കാരണം എങ്കിലേ റവ നന്നായിട്ട് കുക്കാവത്തുള്ളൂ. ഇതുപോലെ വറുത്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കരയും ചേർക്കാം. ഇനി ഓരോ ബോൾ വീതം എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളാക്കി പരത്തിയെടുക്കണം. അപ്പം ഞാനിവിടെ മൈദ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് പരത്തിയെടുക്കുകയാണ്. ചെറിയ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു അപ്പാക്കിയിട്ടാണ് പരത്തേണ്ടത്. അപ്പോൾ പൂവടയുടെ അച്ച് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള വട്ടത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പം ഞാൻ വീട്ടിലുള്ള ഒരു പൂവടയുടെ അച്ചിൽ വെച്ചപ്പോൾ അത്യാവശ്യം ഉള്ള ഒരു റൗണ്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റൗണ്ടിൽ എല്ലാം കൂടി ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അച്ച് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അച്ചിൽ ഇതുപോലെ എണ്ണ ഒന്ന് തടവിയ ശേഷം ഇതിലോട്ട് നിങ്ങൾക്ക് ഓരോ അപ്പം വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയ ശേഷം അച്ചിൽ നമ്മൾ അപ്പം വെച്ചു കൊടുക്കുക. എന്നിട്ട് ഉള്ളിൽ ചൂടാറിയ ശേഷം ഫില്ലിങ് വെച്ചു കൊടുക്കാം.
എന്നിട്ട് അത്യാവശ്യം ഫില്ലിങ് ഇട്ടോളൂ, കാരണം മൈദ ആവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഉള്ളിലുണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഫില്ലിങ് നിറച്ചതിന് ശേഷം മാത്രം ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോന്നും ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കയ്യിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ അപ്പങ്ങളാക്കിയിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ അച്ച് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഞാൻ ഇതിലോട്ട് ഓരോന്നും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരുപാടൊന്നും വെക്കരുത്. ഇട്ടോടുകൂടി തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കാവുന്നുണ്ട്. നന്നായിട്ട് പൊന്തി വന്നിട്ടുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ വാങ്ങണം. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മൈദപ്പൂവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്